ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ശാലിനി. വിഷ്ണുട്ടാ, പപ്പിയും സത്യയും സ്കൂളിൽ കാണാനില്ലെന്ന്. കാണാനില്ലെന്നോ? അവരിതെവിടെ പോയി? അറിയില്ല. ശാന്തേച്ചി എന്നപ്പോ കുട്ടികൾ പോയിന്ന് സെക്യൂരിറ്റി പറയുന്ന. അതുമല്ല, ക്ലാസ്സിൽ നിന്ന് നേരത്തെ വിടുകയും ചെയ്തു. അപ്പോ ടെൻഷൻ അടിക്കണ്ട. നമ്മുടെ എല്ലാ മക്കൾ അവരൊരു ഓട്ടോ പിടിച്ച് പോന്നോളൂ. ഞാനേ ഒരു കാര്യം ചെയ്യാം, ഞാൻ സ്കൂളിൽ പോയിട്ട് നോക്കാം. നീ ടെൻഷൻ അടിക്കാതിരിക്കേ. ശരി വിഷ്ണുട്ടാ. എന്താടി പറഞ്ഞേ? വിഷ്ണുട്ട സ്കൂളിൽ പോയി നോക്കാന്ന് പറഞ്ഞു. ഇന്ന് വരട്ടെ രണ്ടും കൂടെ. നീ ഇപ്പൊ ആരെയാ വിളിക്കുന്നേ? ഞാൻ ആ സെക്യൂരിറ്റിയുടെ നമ്പറിൽ ഒന്നുകൂടെ ട്രൈ ചെയ്യായിരുന്നമ്മ. ശാന്തേച്ചിയുടെ കണ്ണിപ്പെടാതെ അവിടെ എവിടെയെങ്കിലും ഇരിപ്പുണ്ടോന്ന് അയാളുടെ രീതിയിലും അയാളെ കൊണ്ടൊന്ന് നോക്കിപ്പിക്കാനായിരുന്നു. അയാൾ എടുക്കുന്നുമില്ല. ഈ പിള്ളേരുടെ ഫോൺ ഓണാക്കിയിട്ടില്ലല്ലോ മോളെ. ഇല്ലെന്നേ. സ്കൂൾ സമയം കഴിയുമ്പോ തന്നെ അവര് സാധാരണ ഫോൺ ഓണാക്കുന്നത്. പക്ഷെ രണ്ടുപേരും ഫോൺ ഓണാക്കിയിട്ടില്ല. മോളെ, എനിക്കാകെ പേടിയാകുക. അവര് വല്ല അപകടത്തിലും ചെന്ന് ചാടിക്കാണുവോ? ഏയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ലമ്മ. ഇതിപ്പം സ്കൂള് നേരത്തെ വിട്ടതുകൊണ്ട് അവരൊരു ഓട്ടോ പിടിച്ച് ഇങ്ങോട്ട് പോന്നിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. ചിലപ്പോ ആ വരുന്നത് അവരായിരിക്കും. അവരെ ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നവരാണല്ലോ. പിന്നെ ഇപ്പൊ രണ്ടുപേരും ഒരുമിച്ചുണ്ട്. എത്രയായി ചേട്ടാ? 80 രൂപ. അവരെ കണ്ടില്ല ശാന്തേച്ചി? ഇല്ല. അതെ, അവരിവിടെ എത്തിയിട്ടുണ്ടാവുന്നുള്ള പ്രതീക്ഷയല്ല ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. എത്തിയില്ലേ? ഇല്ല മോളെ, ഇനിയും വരുമെന്ന രീതിയിൽ പ്രതീക്ഷ ഒന്നും നിക്കണ്ട. സ്റ്റേഷനിൽ ഒന്ന് വിളിച്ച് പറയേ. അവരുടേതായ രീതിയിൽ അവരന്വേഷിക്കട്ടെ. ഇതിപ്പം മോളെ, ഇനി താമസിക്കണ്ട. സ്റ്റേഷനിൽ വിളിച്ച് പറയേ. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുങ്ങളാ. ഇതെവിടെ പോയിന്നറിയാതെ നമ്മൾ എങ്ങനെ ഇവിടെ സമാധാനായിട്ട് ഇരിക്കുന്നേ? ജഗദീപ്. ജഗദീപ് പറയൂ. ഹലോ. മാഡം, ഞാനിപ്പോ ഈ സുസ്മിതയുടെ വീട്ടിൽ നിന്നാണ് വിളിക്കുന്നത്. കുട്ടികൾ രണ്ടുപേരും കൂടി ഇവിടെ കുറച്ചു മുമ്പ് രോഗത്തിന് തിരക്കി വന്നായിരുന്നു. അല്ല, അവരവിടെ വന്നോ? അതെ വേണം. രോഹിതിനെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവർ വന്നത്. പക്ഷെ ഇവിടുത്തെ പൂതനയില്ലേ, അവളെ സമ്മതിച്ചില്ല. അവളെ കണ്ണീ ചോരയില്ലാതെ ആ കുഞ്ഞുങ്ങളെ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. എനിക്കൊന്നും ചെയ്യാനും പറ്റില്ല മാഡം.